ബഹളമല്ലാതെ ഈ ഒരു ഇഞ്ച് പോലും സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു UDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്, LDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. ശബരിനാഥ് കാണിച്ച കോപ്രായത്തരങ്ങളാണ് ഇന്ന് മുഴുവൻ അവിടെ കണ്ടത്. അതിൽ നമ്മുടെ ചെമ്പഴന്തി, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് എനിക്ക് ഒപ്പിടണം എന്ന് പറഞ്ഞ് ചോദിച്ച സമയത്ത് അയാൾക്ക് കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. പേജുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് നമ്മുടെ ഈ അറ്റൻഡൻസിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഡയലോഗുകൾ അവിടെ അടിക്കുകയുണ്ടായി. അവിടുത്തെ കറണ്ടിന്റെ വാടക അടയ്ക്കുന്ന നഗരസഭ, ആ നഗരസഭ വാടക അടയ്ക്കുമ്പോൾ അവിടുത്തെ കറണ്ടിന് വാടക കൊടുക്കേണ്ട ഗതികേട് അവിടുത്തെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നു, അവിടുത്തെ കച്ചവടക്കാർക്കുണ്ടാകുന്നു. ഒരു കൗൺസിൽ തുടങ്ങുന്ന സമയത്ത് കൗൺസിലിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യതയോടുകൂടി മേയർ വളരെ വ്യക്തമായിട്ട് അവർക്ക് ആ വിഷയങ്ങൾ അവതരിപ്പിക്കാനും കൗൺസിലിലെ അജണ്ടകളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും എത്രയോ പ്രാവശ്യം പറഞ്ഞു. ഒന്നും കേൾക്കാൻ തയ്യാറായില്ല. ബഹളമല്ലാതെ ഈ ഒരു ഇഞ്ച് പോലും സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു UDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്, LDFിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവിടെ ഈ കൗൺസിൽ കഴിഞ്ഞു. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അജണ്ടകൾ മുഴുവൻ ചർച്ച ചെയ്യാൻ അവസരം കൊടുത്ത സമയത്ത് ആരും ചർച്ച ചെയ്യാതിരിക്കുകയും അവസാനം കൗൺസിൽ പിരിച്ചുവിട്ടതിന് ശേഷം കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശബരിനാഥ് കാണിച്ച കോപ്രായത്തരങ്ങളാണ് ഇന്ന് മുഴുവൻ അവിടെ കണ്ടത്. അതായത് അറ്റൻഡൻസ് രജിസ്റ്റർ സാധാരണയായി കൗൺസിൽ തുടങ്ങുന്ന സമയത്ത് അറ്റൻഡൻസ് രജിസ്റ്റർ എല്ലാവരും കൊണ്ടുപോകും, എല്ലാ കൗൺസിലർമാരുടെയും മുന്നിൽ കൊണ്ടുപോകും. കൗൺസിലർമാരുടെ മുന്നിൽ കൊണ്ടുപോയതിന് ശേഷം അവിടെ നമ്മുടെ ഉദ്യോഗസ്ഥൻ, നഗരസഭയുടെ ഉദ്യോഗസ്ഥൻ കൃത്യമായി എല്ലാവരുടെ കയ്യിൽ നിന്നും അറ്റൻഡൻസ് രേഖപ്പെടുത്തും. ആ അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്നതിനിടയിലാണ് കൗൺസിൽ അജണ്ടകളൊന്നും പാസ്സാകാതെ അജണ്ടകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ചർച്ച ചെയ്യാൻ ഒന്നും മുതിരാതെ ബഹളം വയ്ക്കുന്നതിൻ്റെ ഇടയിൽ വെച്ച് കൗൺസിലിലെ വിഷയങ്ങൾ, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും വിഷയങ്ങൾ, അതിൽ ഒഴിവാക്കപ്പെടേണ്ട അജണ്ടകൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് കൗൺസിൽ പിരിയുകയുണ്ടായി. അവസാനിച്ചതിന് ശേഷം ഈ മിനിസ് ബുക്ക്, ഈ പറയുന്ന അറ്റൻഡൻസ് രജിസ്റ്ററിനെ കൊണ്ടുപോയി നമ്മുടെ ഉദ്യോഗസ്ഥൻ, അതായത് നമ്മുടെ യൂസഫ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ മറ്റു കൗൺസിലർമാരുടെ കയ്യിൽ നിന്നും അറ്റൻഡൻസ് രജിസ്റ്റർ ചെയ്യേണ്ട അവസരം ഒരുക്കി കൊടുത്തു. ആ അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മുടെ ഷീബ പാട്രിൻ്റെ കയ്യിലാണ് രജിസ്റ്റർ ഇരിക്കുന്നത്. ആ രജിസ്റ്റർ ഒപ്പിട്ടതിന് ശേഷം അത് ശബരിക്ക് കൈമാറി. ശബരി അത് അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒപ്പിടേണ്ട ജോലി ചെയ്യുന്നതിന് പകരം ഈ അജണ്ടയൊക്കെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് എന്തൊക്കെ പിച്ചുംഭ്രാന്തും പറഞ്ഞു. ആ പിച്ചുംഭ്രാന്തും പറഞ്ഞതിന് ശേഷം ഈ അറ്റൻഡൻസ് രജിസ്റ്റർ മറ്റ് കൗൺസിലർമാർക്ക് കൊടുക്കാനും മുതിരുന്നില്ല. അതിൽ നമ്മുടെ ചെമ്പഴന്തി, നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, അദ്ദേഹം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അത് എനിക്ക് ഒപ്പിടണം എന്ന് പറഞ്ഞ് ചോദിച്ച സമയത്ത് അയാൾക്ക് കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. അത് കാരണം ഈ പറയുന്ന അറ്റൻഡൻസ് രജിസ്റ്ററും ഈ അജണ്ടകളൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവസാനം ഈ പറയുന്ന അറ്റൻഡൻസ് രജിസ്റ്ററിൻ്റെ പേജുകൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച് നമ്മുടെ ഈ അറ്റൻഡൻസിൽ എന്തോ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഡയലോഗുകൾ അവിടെ അടിക്കുകയുണ്ടായി. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വന്നിട്ട് അറ്റൻഡൻസ് ബുക്ക് അദ്ദേഹത്തിന് ഒപ്പിടാൻ വേണ്ടി ചോദിക്കുകയുണ്ടായി. ആ ചോദിച്ച് വാങ്ങുന്നതിനിടയിലാണ് UDFിൻ്റെ അംഗങ്ങളായിട്ടുള്ള ഈ നമ്മുടെ ഷിബയും മറ്റു സഹ കൗൺസിലറും ശബരിനാഥും എല്ലാം വെള്ളം, അവിടെ ഇരുന്ന ചൂടുവെള്ളം, തിളയ്ക്കുന്ന വെള്ളമാണ്, ഞാൻ ഒരു വാക്ക് കുടിക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. ആ കുടിക്കാനുള്ള ഉപയോഗിക്കുന്ന ചൂടുവെള്ളത്തിനെ എടുത്ത് ചെമ്പഴന്തി ഉദയൻ്റെ ദേഹത്തോട് ഒഴിക്കുന്നതാണ് കണ്ടത്. തീർച്ചയായിട്ടും ചെമ്പഴന്തി ഉദയൻ്റെ മാത്രമല്ല, അവിടെ അർച്ചന മണികണ്ഠൻ്റെ ദേഹത്തും ഈ ചൂടുവെള്ളം എറിയിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത്തരം ഒരു സഭ പിരിഞ്ഞു പോയതിന് ശേഷം ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് UDFിൻ്റെ ഈ പറയുന്ന ശബരിനാഥ് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ UDFിൻ്റെ മറ്റംഗങ്ങൾ ചെയ്ത ചെയ്തികളാണ്. അത് നിങ്ങളെല്ലാവരും നേരിട്ട് കണ്ടത്. അതിൽ BJPക്കോ അല്ലെങ്കിൽ BJP കൗൺസിലർമാരോ യാതൊരു തെറ്റും, യാതൊരു അക്രമ സ്വഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റമോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് വിഷ്വൽ പരിശോധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും.
കേവലം ഒപ്പിടാൻ വേണ്ടി അറ്റൻഡൻസ് രജിസ്റ്റർ വാങ്ങിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക മാത്രമാണ് ചെയ്തത്. അതിനാണ് ഇത്രയും ബഹളം അവിടെ ഉണ്ടാക്കിയത്. LDF കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം അവർ മൊത്തം പൊളിഞ്ഞല്ലോ. LDFിന്റെ ദീപക് എന്താ പറയണത്? സുഗതനെ പുറത്താക്കണമെന്ന് ആദ്യം പറഞ്ഞ് സുഗതനെ പുറത്താക്കണമെന്ന്. സുഗതന് ഒരു മേയർക്ക് ഒരു അംഗത്തെ പുറത്താക്കാൻ അധികാരമുണ്ടോ? ഞാൻ നിസ്സാരം ഒരു ചെറിയ ചോദ്യമാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മേയർക്ക് അദ്ദേഹത്തിൻ്റെ അംഗങ്ങളിലെ ആരെങ്കിലും ഒരാളെ പുറത്താക്കാൻ ഒരു മേയർക്ക് അധികാരമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെ സുഗതനെ പുറത്താക്കണമെന്ന് പറയുന്നത്? സുഗതനെ പുറത്താക്കാൻ അധികാരം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കമ്മീഷനാണ് അത് തീരുമാനമെടുക്കേണ്ടത്. അതിന് ഒരു അയോഗ്യത കൽപ്പിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റി 91K അത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു അംഗത്തെ പുറത്താക്കാൻ അയോഗ്യനാക്കുകയും ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. അത് അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണ വിധേയമായിട്ടാണ് ചെയ്യേണ്ടത്. അതല്ലല്ലോ അവിടെ സംഭവിച്ചത്. സുഗതൻ അകത്തായതിനു ശേഷം അല്ലെങ്കിൽ കാപ്പ നിയമപ്രകാരം അകത്തായതിനു ശേഷം ഇപ്പൊ പറയുന്നത് സുഗതനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. സുഗതനെ പുറത്താക്കേണ്ടതാണ്. അന്വേഷണം നടക്കട്ടെ. ഒരു അംഗത്തിന് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് കൗൺസിലിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ അയോഗ്യനാകാം. ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, 3 പ്രാവശ്യം തുടർച്ചയായിട്ടുള്ള കൗൺസിൽ പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് നമുക്ക് പുറത്താക്കാം, അല്ലെ അയോഗ്യനാക്കാം. പക്ഷെ 3 കൗൺസിൽ കഴിഞ്ഞ കൗൺസിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കൗൺസിൽ അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ഒരു കൗൺസിലാണ് അദ്ദേഹം പങ്കെടുക്കാത്തത്. അത് നിങ്ങൾക്ക് രജിസ്റ്റർ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനിയും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു കൗൺസിലറുണ്ട്. ആ കൗൺസിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചട്ടത്തിൽ മറ്റൊന്നും പറയുന്നുണ്ട്. കൗൺസിലിന് ഒരു അംഗത്തിന് കൗൺസിലിന് 6 മാസം വരെ കാലാവധി കൊടുക്കാമെന്നാണ്. വിവിധ കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ കൗൺസിൽ അംഗീകാരം കൊടുക്കാം, അനുവാദം കൊടുക്കാം. 6 മാസം വരെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊന്നും കഴിയാതെ 1 മാസം കഴിഞ്ഞ് ഒരു കൗൺസിൽ വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ പുറത്താക്കണം എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള നയമല്ല. അത് അറിയില്ലാത്തത് കൊണ്ട് ദീപക്കും പാർട്ടിയും CPM അങ്ങനെ പറയുന്നതാണ്. കാപ്പ നിയമപ്രകാരം കേസെടുത്തിട്ടുള്ള എത്രയോ പേരുണ്ട് നിങ്ങൾക്കറിയാലോ. നമ്മുടെ കാരായി രായൻ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. ആ ശിക്ഷിക്കപ്പെട്ട പ്രതി ഇന്ന് നിയമസഭയിൽ അംഗമാണ്. അവരാദ്യം അതിന് ഉത്തരം പറയട്ടെ. ഇവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ സുഗതനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിന്റെയും ഭാഗത്തല്ല കത്തണം. അയാളെ കരുതൽ തടങ്കലിലാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു വിരലില്ലാത്തവനാണ് ഒരു കൈയില്ലാത്തവനെ ആക്ഷേപിക്കുന്നത്. മനസ്സിലായല്ലേ? ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഈ പാർട്ടിക്ക് അറിയാം. ഇത് നടക്കാത്ത ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ്? ഇവിടെ 6 മാസക്കാലം കൊണ്ട് തിരുവനന്തപുരം നഗരസഭയിലെ മേയർ നമ്മുടെ VV രാജേഷ് ജനപ്രിയമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് വിഴിഞ്ഞത്ത് മേയർ നേരിട്ട് പോയി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്ത ഫ്ലാറ്റുകൾ ഇടിഞ്ഞു വീഴുന്നു. 4 വർഷമേ ആയുള്ളൂ. അതിലെ നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകതകൾ കണ്ടെത്തിയിരിക്കുന്നു. സ്മാർട്ട് സിറ്റി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച സ്മാർട്ട് സിറ്റിയുടെ പണമെടുത്ത് വഴിമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അതിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് സംശയങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിർമ്മാണ പ്രവർത്തനത്തിൽ വളരെയധികം അഴിമതികൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ രേഖകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പാളയം മാർക്കറ്റ് കുറെ ഗുണ്ടകൾ അടക്കി വാങ്ങിയിരുന്നു. അവിടെ കയ്യേറ്റം നടത്തിയിരിക്കുന്നു. ആ കയ്യേറ്റം നടത്ത പ്രവർത്തനത്തിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നു. ആ നിർമ്മാണ പ്രവർത്തനം നടത്തിയതിനു ശേഷം അതിന് നഗരസഭ പോലും അറിയാതെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് മീറ്റർ പലിശയ്ക്ക് കൊടുക്കുന്നത് പോലെ മീറ്റർ രീതിയിലാണ് പണപ്പിരിവ് നടത്തുന്നത്. അവിടുത്തെ കറണ്ടിന്റെ വാടക അടയ്ക്കുന്ന നഗരസഭ. ആ നഗരസഭ വാടക അടയ്ക്കുമ്പോൾ അവിടുത്തെ കറണ്ടിന് വാടക കൊടുക്കേണ്ട ഗതികേട് അവിടുത്തെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്നു, അവിടുത്തെ കച്ചവടക്കാർക്ക് ഉണ്ടാകുന്നു. ഇതൊക്കെ ഒന്നൊന്നായി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഭരണസമിതി മേയറുടെ നേതൃത്വത്തിൽ വളരെ വ്യക്തമായി കൃത്യതയോടുകൂടി ഒരു ജനപ്രിയ ഭരണം നടത്തുന്നതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത്. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 45 വർഷം ഇവർ ഭരിച്ചല്ലോ. എന്താ സംഭവിച്ചത് നോക്കണേ. നമുക്ക് ഈ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് മറ്റ് ഇന്ത്യ മഹാരാജ്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു നഗരമാണ്. ആ നഗരത്തിന്റെ സ്ഥിതി എന്താണ്? 45 വർഷക്കാലം ഭരിച്ചത്. പക്ഷെ 6 മാസക്കാലം ഭരിക്കുന്നതാണ്. ഇപ്പൊ നായ്ക്കള വിഷയം
ABC പ്രോഗ്രാം വഴി കോടിക്കണക്കിന് രൂപയാണല്ലോ അവർ തട്ടിയെടുത്തത്. പക്ഷേ ABC പ്രോഗ്രാം വഴി കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന നായ്ക്കളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ പുതിയ ഷട്ടറിലൊക്കെ നായ്ക്കളെ നീക്കി തുടങ്ങി. ഇനി അങ്ങോട്ട് ഈ ഭരണസമിതിയെ വച്ചു പൊറപ്പിച്ചാൽ ഇനി ഒരിക്കലും അധികാരത്തിൽ വരാൻ പറ്റില്ല എന്നുള്ള ഒരു ധാരണ തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള കോപ്രായത്തരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്.